Dear students, good morning to all. Welcome to social science class. Okay, our previous class we discussed the chapter Resistance and the First War of Independence. In that chapter, we studied the previous classes. That was the company, they exploited some of the occupational groups in India. We know that. Which are the occupational groups exploited by the company rule? Farmers, weavers, craftsmen, and last one, it was the tribals. These are the occupational groups or some of the groups that exploited by the company rule. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്, കമ്പനി അവർ ഇന്ത്യയിലോട്ട് വരികയും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ട്രഡീഷനും അതുപോലെ ചില വിഭാഗങ്ങളെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുകയുമാണ് അല്ലേ. കർഷകരെ, നെയ്ത്തുകാരെ, ട്രൈബൽ ഗ്രൂപ്പുകളെ, അതുപോലെ കൈത്തറി മേഖലയെ, ഇവയെല്ലാം ഈ ബ്രിട്ടീഷുകാർ വളരെയധികം ചൂഷണം ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അവർക്കെതിരെ കൊണ്ടുവരുന്ന വിവിധ തരം നിയമങ്ങൾ അല്ലേ, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ന്യൂ ടോപ്പിക്, ദ അപ്രൈസിങ്സ് അല്ലേ. അപ്രൈസിങ്സ് എന്ന് പറഞ്ഞാൽ കലാപങ്ങൾ. നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഫാമേഴ്സും ട്രൈബൽ ഗ്രൂപ്പ്സും വീവേഴ്സും ഇവരെല്ലാം എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നു, റെസിസ്റ്റൻസ് നടക്കാൻ പോകുന്നു, എതിർക്കാൻ പോകുന്നു. ആ എതിർപ്പിനെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ദ അപ്രൈസിങ്സ്, കലാപങ്ങളിലോട്ട്. ഓക്കെ, ആ ടോപ്പിക്കിന് കീഴിൽ വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ പോയിന്റ് നോക്കൂ. യു ഹാവ് ഐഡൻറ്റിഫൈഡ് the major occupational groups who lost their livelihood as a result of company rule. അല്ലേ, കമ്പനി റൂളിൻ്റെ ഫലമായിട്ട് ചില ഒക്കുപ്പേഷണൽ ഗ്രൂപ്പുകൾക്ക് എന്ത് നഷ്ടപ്പെട്ടു? ലോസ്റ്റ് ദെയർ ലിവ്ലിഹുഡ്, അവരുടെ ജീവിതം തന്നെ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഒക്കുപ്പേഷണൽ ഗ്രൂപ്പുകളെ നമ്മൾ എന്താക്കി? മനസ്സിലാക്കി. ദ പീപ്പിൾ started rebellion against the company. പീപ്പിൾ എന്ത് ചെയ്യാൻ ചോദിച്ചാൽ, ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ദേ സ്റ്റാർട്ടഡ് റിബല്യൻസ്. റിബല്യൻസ് എന്ന് പറഞ്ഞാൽ കലാപങ്ങൾ. എന്താണ് റിബല്യൻസ് എന്ന് പറഞ്ഞാൽ? കലാപങ്ങൾ. ദ പീപ്പിൾ സ്റ്റാർട്ടഡ് റിബല്യൻസ് എഗെയിൻസ്റ്റ് ദ കമ്പനി. അവർ കമ്പനികൾക്കെതിരെ എന്ത് ചെയ്യാൻ തുടങ്ങി? കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെരിക്കാൻ തുടങ്ങി. ദ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ കമ്പനി become common in different parts of the country. അപ്പോൾ ഈ കമ്പനിക്കെതിരെയുള്ള റെസിസ്റ്റൻസ്, എതിർപ്പ്, ദാറ്റ് ബിക്കം കോമൺ ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി കൺട്രി. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു എതിർപ്പ് കാണാൻ ഇടയായി എന്ന് പറയുന്നു. ദ പെസന്റ് റിവോൾട്ട്, അതിൽ ആദ്യത്തേതാണ് പെസന്റ് റിവോൾട്ട്, കർഷക സമരങ്ങൾ. ദാറ്റ് സ്റ്റാർട്ടഡ് അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് കമ്പനി റൂൾ. കമ്പനി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും തുടക്കത്തിൽ ആദ്യത്തിൽ നടന്നിട്ടുള്ളതാണ് ഇത് പെസന്റ് റിവോൾട്ട്, കർഷക സമരങ്ങൾ. ഏതാണ് ആദ്യത്തേത്? കർഷക സമരങ്ങൾ. നിങ്ങൾക്ക് എത്രയും പഠിക്കാനുള്ളൂ. സ്റ്റാർട്ടഡ് അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് കമ്പനി റൂൾ. ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ് സന്യാസി ആൻഡ് ഫാക്കിർ റിബല്യൻസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദി എൻഡ് ഓഫ് ദി 18th century. അപ്പോൾ പെസന്റ് റിവോൾട്ടിന് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള രണ്ടാണ് സന്യാസി ആൻഡ് ഫാക്കിർ റിബല്യൻ. ഇതിന് ഉദാഹരണങ്ങളാണ് ഏത്? പെസന്റ് റിവോൾട്ടിന് ഉദാഹരണങ്ങളാണ് ഒന്ന് സന്യാസി ആൻഡ് ഫാക്കിർ റിബല്യൻസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദി എൻഡ് ഓഫ് ദി 18th century. 18ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും അവസാനമായപ്പോൾ നടന്നിട്ടുള്ള സന്യാസിയും ഫാക്കിർ റിബല്യനും ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് പറയുന്നു. ഇൻ ദി 19th century, 19ാം നൂറ്റാണ്ടിൽ several rebellions broke out in Malabar.
മലബാറിൽ, നമ്മുടെ കേരളത്തിലെ മലബാറിൽ നമ്മുടെ ഈ ഭാഗങ്ങളിൽ ഒരുപാട് എന്തുണ്ടായി? റിബല്യൻസ്, കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. In 19th century, several rebellions broke out in Malabar. It was led by മാപ്പിള ടെനൻസ്. ഇത് നേതൃത്വം നൽകിയത് ആരാണ്? മാപ്പിളന്മാരാണ്. അതായത് മാപ്പിളന്മാരായിട്ടുള്ള കുടിയാന്മാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ടെനൻസ് എന്ന് പറഞ്ഞാൽ കുടിയാന്മാർ, അതായത് കർഷകർ. ഓക്കെ, അതാണ് മാപ്പിള കർഷകരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇറ്റ് വാസ് ലെഡ് ബൈ മാപ്പിള ടെനൻസ് ആർ നോൺ ആസ് മാപ്പിള റിബല്യൻ. മാപ്പിള കർഷകർ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു കലാപമാണ് മാപ്പിള റിബല്യൻ. സിമിലർ അപ്രൈസിംഗ് ബേസ്റ്റ് ഔട്ട് ഇൻ ബംഗാൾ. ഇതേപോലെ തന്നെ ഈ സമയത്ത് തന്നെ ബംഗാളിലും എന്തുണ്ടായിട്ടുണ്ട്? അപ്രൈസിങ്സ്, കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് വേർ നോൺ ആസ് ഫറൈസി റിബല്യൻ. അപ്പോൾ ബംഗാളിൽ ഉണ്ടായിട്ടുള്ളതാണ് ഫറൈസി റിബല്യൻ. ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ഐഡന്റിഫൈഡ് ദ മേജർ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ്. അല്ലേ, നമ്മൾ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അല്ലേ, എന്തിന്? ദ കമ്പനി റൂൾ എഗെയിൻസ്റ്റ് ദ കമ്പനി റൂൾ. കമ്പനി റൂൾക്ക് എതിരെയുള്ള ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? ഫാമേഴ്സ്, വീവേഴ്സ് ആൻഡ് ട്രൈബൽസ്, അതുപോലെ ക്രാഫ്റ്റ്മെൻ. ഇതൊക്കെയാണ് എന്ത്? കമ്പനി റൂളിന് എതിരെയായിട്ട് വന്നിട്ടുള്ള ആളുകൾ. പീപ്പിൾ സ്റ്റാർട്ടഡ് റിബല്യൻസ് അഗെയിൻസ്റ്റ് ദ കമ്പനി. കമ്പനിക്കെതിരെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? റിബല്യൻസ്, കലാപങ്ങൾ നടത്താൻ തുടങ്ങി. അത് രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലും കാണാൻ തുടങ്ങി. ആദ്യം നമ്മൾ പറയുന്നത് പെസന്റ് റിവോൾട്ടാണ്. started at a very beginning. It is evident that അതിന് ഉദാഹരണമാണ് ഇത് സന്യാസിയും ഫാക്കിർ റിബല്യനും. ഏതൊക്കെയാണ്? സന്യാസി റിബല്യൻ ആൻഡ് ഫാക്കിർ റിബല്യൻ ആർ ദ some of the example of peasant revolt that happened in the beginning of company rule in the 18th century. 18ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള പെസന്റ് റിവോൾട്ടുകൾ ഇതിന് എക്സാമ്പിളാണ്. അതുപോലെ 19th സെഞ്ചുറിയിൽ റിബല്യൻസ് നടന്നിട്ടുണ്ട്. അത് മലബാർ റീജിയനിലാണ് പ്രധാനമായിട്ട് നടന്നിട്ടുള്ളത്. ആ റിബല്യന് നേതൃത്വം നൽകിയത് ദ റിബല്യൻസ് ലെഡ് ബൈ ദി മാപ്പിള ടെനൻസ്. ആരാണ്? മാപ്പിള ടെനൻസനാണ്. അതായത് മാപ്പിളന്മാരായിട്ടുള്ള ആളുകളാണ് ഈ ഒരു റിബല്യന് നേതൃത്വം നൽകിയത്. ആർ നോൺ ആസ് മാപ്പിള റിബല്യൻ. അതിനെ പറയുന്ന പേരാണ് മാപ്പിള റിബല്യൻ, അല്ലെങ്കിൽ മാപ്പിള കലാപം, അല്ലെങ്കിൽ മലബാർ റിബല്യൻ എന്നൊക്കെ പറയും, മലബാർ കലാപം. ആൻഡ് സിമിലർ അപ്രൈസിങ്സ് ബേസ്റ്റ് ഔട്ട് ഇൻ ബംഗാൾ. ബംഗാളിൽ 19th century സ്റ്റാർട്ടഡ് സം ഓഫ് ദ റിബല്യൻസ് ദാറ്റ് വാസ് നോൺ ആസ് ഫറൈസി റിബല്യൻ. 19th സെഞ്ചുറിയിൽ വന്നിട്ടുള്ള ഒരു റിബല്യൻ ആണ് ഫറൈസി റിബല്യൻ. ഓക്കെ, ഇവിടെ പറയുന്നു ബിസൈഡ്സ് ദ പെസൻസ് the tribals also revolt against the company. പെസൻസ് കൂടാതെ, പെസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കർഷകർ കൂടാതെ ട്രൈബൽസും ഗോത്രവർഗങ്ങളും ആർക്കെതിരെ? കമ്പനികൾക്കെതിരെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ റിവോൾട്ടുകൾ നടത്തിയിട്ടുണ്ട്. ദ മേജർ ട്രൈബൽ ഗ്രൂപ്പ്സ് ദാറ്റ് ഓർഗനൈസ്ഡ് റിബല്യൻ. പ്രധാനപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പ്സ്, അതായത് ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോത്രവർഗക്കാർ ഓർഗനൈസ്ഡ് റിബല്യൻ, കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ കമ്പനികൾക്കെതിരെ കലാപങ്ങൾ പുറപ്പെടുവിച്ച പ്രധാനപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ പേരാണ് ഇത്. ദ ബിൽസ് ഇൻ മറാത്ത. മറാത്തയിലെ ബിൽസ്. ദ കോലീസ് ഇൻ അഹമ്മദ്നഗർ. അഹമ്മദ്നഗറിലെ കോളീസ്. ദ കോൾസ് ഇൻ ചോട്ടാനാഗ്പൂർ. ചോട്ടാനാഗ്പൂരിലെ കോൾസ് എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ്സ്. ദ സന്താൾസ് ഇൻ രാജ്മഹൽ ഹിൽസ്. രാജ്മഹൽ ഹിൽസിലുള്ള സന്താൾ ട്രൈബൽ ഗ്രൂപ്പുകൾ. ദ കുറിച്യാസ് ഇൻ വയനാട്. കേരളത്തിലെ വയനാടുള്ള കുറിച്യ ട്രൈബൽ ഗ്രൂപ്പുകൾ. ഓക്കെ, ഈ ട്രൈബൽ ഗ്രൂപ്പ് മറാത്തയിലുള്ള ബിൽസ്, അഹമ്മദ്നഗറിലുള്ള കോലീസ്, ചോട്ടാനാഗ്പൂരിലുള്ള കോൾസ്, രാജ്മഹൽ ഹിൽസിലുള്ള സന്താൾസ്, വയനാടുള്ള കുറിച്യാസ്. ദീസ് ആർ ദ മേജർ ട്രൈബൽ ഗ്രൂപ്പ്സ് ദാറ്റ് ഓർഗനൈസ്ഡ് ദ റിബല്യൻസ് അഗെയിൻസ്റ്റ് ദി കമ്പനി റൂൾ. ഓക്കെ, അപ്പോൾ ഇവരെ മറന്നു പോകരുത്. ബിൽസ് ഇൻ മറാത്ത, കോലീസ് ഇൻ അഹമ്മദ്നഗർ, ദ കോൾസ് ഇൻ ചോട്ടാനാഗ്പൂർ, ദ സന്താൽസ് ഇൻ രാജ്മഹൽ ഹിൽസ്, ദ കുറിച്യാസ് ഇൻ വയനാട്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ളതിൽ
ബംഗാളിലുള്ള അല്ലെങ്കിൽ രാജ്മഹൽ ഹിൽസിലുള്ള സന്താൾസ് ട്രൈബൽ ഗ്രൂപ്പ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അവർ ആർക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ കമ്പനിക്കെതിരെ റിബല്യൻ നടത്തി. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റിബല്യൻ ആണ് അത്. അതിനെ വിളിക്കുന്ന പേരാണ് സന്താൾ റിബല്യൻ എന്നാണ് വിളിക്കുക. എന്താണ് സന്താൾ റിബല്യൻ? എന്താണ് സന്താൾ റിബല്യൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ദ സന്താൾസ് were the inhabitants of the രാജ്മഹൽ ഹിൽസ് in the ബംഗാൾ. ബംഗാളിലുള്ള രാജ്മഹൽ ഹിൽസ്, രാജ്മഹൽ കുന്നുകളിലെ ഇൻഹാബിറ്റൻസ് ആയിരുന്നു, താമസക്കാരായിരുന്നു ആര്? സന്താൾസ് എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ്. ഓക്കെ, എന്താണ്? ദ സന്താൾസ് were the inhabitants of the രാജ്മഹൽ ഹിൽസ് in the ബംഗാൾ. ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിൽ, രാജ്മഹൽ കുന്നുകൾ എന്ന് പറഞ്ഞാൽ പ്രശസ്തമാണ്, ആ കുന്നുകളിലുള്ള ഒരു ഗോത്രവർഗക്കാരായിരുന്നു ആര്? സന്താൾസ്. ഓക്കെ, ദ സന്താൾസ് were the inhabitants of the രാജ്മഹൽ ഹിൽസ് in the ബംഗാൾ. അപ്പൊ നിങ്ങളോട് ചോദിക്കുക, ഹൂ were സന്താൾസ്? ആരാണ് സന്താൾസ്? സന്താൾസ് ആരാണ്? ദ സന്താൾസ് were the inhabitants of the രാജ്മഹൽ ഹിൽസ് in the ബംഗാൾ. ബംഗാളിലെ രാജ്മഹൽ ഹിൽസിലെ താമസക്കാരായിരുന്നു ആര്? സന്താൾസ് എന്ന് പറയുന്ന ആളുകൾ. ഓക്കെ, ദ സന്താൾ റിബല്യൻ വാസ് ദ റിസൾട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ they faced from the company and money lenders. അപ്പൊ ഇവര് സന്താൾ റിബല്യൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ദ സന്താൾ റിബല്യൻ വാസ് ദ റിസൾട്ട് ഓഫ്, ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ദ എക്സ്പ്ലോയിറ്റേഷൻ ദേ ഫേസ്ഡ്, അവരനുഭവിച്ചിട്ടുള്ള ചൂഷണങ്ങൾ ഫ്രം ദി കമ്പനി, കമ്പനികളിൽ നിന്ന്, അതായത് അവിടുത്തെ കമ്പനി ഉദ്യോഗസ്ഥരിൽ നിന്ന്, അതായത് ബ്രിട്ടീഷുകാരിൽ നിന്ന്, ആൻഡ് ദ മണി ലെൻഡേഴ്സ്, കൊള്ളപ്പലിശക്ക് പണം കൊടുക്കുന്ന ആളുകളിൽ നിന്ന്, മണി ലെൻഡേഴ്സ് കടം കൊടുക്കുന്നവരിൽ നിന്നും ഒക്കെയാണ് ഇവർ ഏറ്റിട്ടത്? ചൂഷണങ്ങൾ നേരിട്ടിട്ടുള്ളത്. ഓക്കെ, ദ സന്താൾ റിബല്യൻ കാരണമാണ് പറയുന്നത്. ദ സന്താൾ റിബല്യൻ വാസ് ദ റിസൾട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചൂഷണം. ദ ഫേസ്ഡ് ഫ്രം ദ കമ്പനി, കമ്പനികളിൽ നിന്ന് ഇവർ ചൂഷണം അനുഭവിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ മണി ലെൻഡേഴ്സ്, പണം പലിശക്ക് കൊടുക്കുന്ന ആളുകളിൽ നിന്നും ഇവർ ചൂഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ദ രാജ്മഹൽ ഹിൽസ് witnessed the sacrifice of more than 15,000 സന്താൾസ് ഇൻ ദിസ് റിബല്യൻ. ഏകദേശം ഈ ഒരു കലാപത്തിൽ ഏകദേശം 15,000 മുകളിലായിട്ട് സന്താളുകൾ മരിച്ച് വീണിട്ടുണ്ട് ഈ ഒരു കലാപത്തിൽ. രാജ്മഹൽ ഹിൽസ് വിറ്റ്നസ്ഡ് ദ സാക്രിഫൈസ് പറഞ്ഞാൽ ജീവൻ ബലിയർപ്പിക്കുക, ഓഫ് മോർ ദാൻ 50,000, 15,000 അധികം ആളുകൾ ഈ ഒരു കലാപത്തിൽ മരണമടഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സിന്ധു ആൻഡ് കൻഹു. അപ്പൊ ഈ ഒരു സന്താൾ റിബല്യന് നേതൃത്വം നൽകിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ആരൊക്കെ? സിന്ധുവും കൻഹുവും. ആരൊക്കെയാണ്? സിന്ധു ആൻഡ് കൻഹു. ഈ രണ്ട് വ്യക്തികളാണ് സന്താൾ റിബല്യന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഓക്കെ, രണ്ട് ട്രൈബൽ നേതാക്കന്മാരാണ് സിന്ധുവും കൻഹുവും. ഓക്കെ, അപ്പൊ സന്താൾസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സന്താൾസ് were the inhabitants of the രാജ്മഹൽ ഹിൽസ് ഇൻ ദി ബംഗാൾ. ബംഗാളിലെ രാജ്മഹൽ ഹിൽസിലെ ഇൻഹാബിറ്റൻസ് ആണ്. ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞാൽ താമസക്കാരാണ് ആര്? സന്താൾസ്. എന്തുകൊണ്ടാണ്? കാരണം എന്താ? സന്താൾ റിബല്യന്റെ കാരണം എന്താ? റീസൺ ഫോർ ദ സന്താൾ റിബല്യൻ, ഇറ്റ് വാസ് ദ റിസൾട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ദേ ഫേസ്ഡ് ഫ്രം ദ കമ്പനി ആൻഡ് മണി ലെൻഡേഴ്സ്. മണി ലെൻഡേഴ്സിൽ നിന്നും കമ്പനിയിൽ നിന്നും ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് രാജ്മഹൽ ഹിൽസ് വിറ്റ്നസ്ഡ് ദ സാക്രിഫൈസ് ഓഫ് മോർ ദാൻ 15,000 സന്താൾസ്. ഏകദേശം 15,000 ആളുകൾ മരിച്ച് വീണിട്ടുണ്ട്. ഇറ്റ് വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സിന്ധു ആൻഡ് കൻഹു. സിന്ധുവും കൻഹുവുമാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ഈ സന്താൾ റിബല്യനും നല്ലതുപോലെ പഠിക്കണം. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾ നടത്തിയിട്ടുള്ള മറ്റൊരു വിഭാഗം ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ കിങ്സ് ആൻഡ് ദ ചീഫ് ടൈൻസ്. കിങ്സ് രാജാക്കന്മാരും അല്ലെങ്കിൽ മുഖ്യ അധികാരികളും ഒക്കെ, ചീഫ് ടൈൻസ് എന്ന് പറഞ്ഞാൽ മന്ത്രിമാരും. ഓക്കെ, ദ കിങ്സ് ആൻഡ് ദ ചീഫ് ടൈൻസ് ഹു ലോസ്റ്റ് ദയർ പവർ were another group that led rebellion. രാജാക്കന്മാരും അതുപോലെ മന്ത്രിമാരും ഒക്കെ ആർക്കെതിരെ റിബല്യൻ നടത്തിയിട്ടുണ്ട്? കമ്പനികൾക്കെതിരെ റിബല്യൻ നടത്തിയിട്ടുണ്ട്. കാരണം അവരുടെ അധികാരം നഷ്ടപ്പെട്ടതിനെ തുടർന്ന്, രാജാക്കന്മാരുടെ അധികാരം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അവരെന്ത് ചെയ്തു? കമ്പനികൾക്കെതിരെ അവർ യുദ്ധത്തിന് അല്ലെങ്കിൽ കലാപത്തിന് പുറപ്പെട്ടു. ഏതൊക്കെയാണ് ആ രാജാക്കന്മാർ? നോക്കാം.
ദ രാജ ചെയ്ത് സിംഗ് ഓഫ് അവധ്. അവധിലെ രാജ ചെയ്ത് സിംഗ്. ഏതാണ്? രാജ ചെയ്ത് സിംഗ് ഓഫ് അവധ്. അവധിലെ രാജ ചെയ്ത് സിംഗും വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ആരാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഓഫ് തിരുനെൽവേലി. തിരുനെൽവേലിയിലുള്ള വീരപാണ്ഡ്യ കട്ടബൊമ്മനും. ആൻഡ് പിന്നെ പറയുന്നു മരുതപാണ്ഡ്യൻ ഓഫ് ശിവഗംഗ. ശിവഗംഗയിലെ മരുതപാണ്ഡ്യമും. പിന്നെ പഴശ്ശിരാജ ഓഫ് മലബാർ. മലബാറിലെ പഴശ്ശിരാജയും. കിറ്റൂർ ചെന്നമ്മ ഓഫ് കർണാടക. കർണാടകയിലെ കിറ്റൂർ ചെന്നമ്മയും. പിന്നെ വേലുത്തമ്പി ദളവ ഓഫ് ട്രാവങ്കൂർ. ട്രാവങ്കൂറിലെ വേലുത്തമ്പി ദളവയും. പിന്നെ പാലിയത്തച്ഛൻ ഓഫ് കൊച്ചി. കൊച്ചിയിലെ പാലിയത്തച്ഛനും. ഇവരാണ് പ്രധാനപ്പെട്ട കിങ്സ്, രാജാക്കന്മാര്. അവർക്ക് അവരുടെ അധികാരം കമ്പനി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? ഇവരെ ആക്രമിച്ച് ഇവരുടെ അധികാരം പിടിച്ചെടുക്കുന്നു. അപ്പൊ ഇവർക്ക് എന്തായി? അധികാരം നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാർ എന്ത് ചെയ്തു? കമ്പനികൾക്കെതിരെ കലാപം പൊട്ടിപ്പുറപ്പെടുവിച്ചു. ആ രാജാക്കന്മാരാണ് ഇത് ട്ടോ. ദ കിങ്സ് and the chieftains who lost their power were another group that led rebellions. കലാപങ്ങൾ നടത്തിയിട്ടുള്ള മറ്റൊരു വിഭാഗം ആളുകളാണ് ആര്? അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാര്. അവരാണ് ഇതൊക്കെ. രാജ ചെയ്ത് സിംഗ് ഓഫ് അവധ്, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഓഫ് തിരുനെൽവേലി, മരുതപാണ്ഡ്യം ഓഫ് ശിവഗംഗ, പഴശ്ശിരാജ ഓഫ് മലബാർ, കിട്ടൂർ ചെന്നമ്മ ഓഫ് കർണാടക, വേലുത്തമ്പി ദളവ ഓഫ് ട്രാവങ്കൂർ, പാലിയത്തച്ഛൻ ഓഫ് കൊച്ചി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്രൈസിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിന് കീഴിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ എല്ലാവരും മറന്നു പോവാതെ നല്ലതുപോലെ ഓർത്ത് വെക്കുക. ഓക്കെ, നല്ലതുപോലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക.